ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പഠിച്ച ഗ്രാമം പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, പിന്നെ ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വജ്ര ജൂബിലി 75-ാമത്തെ വർഷം അവരാഘോഷിക്കാൻ പോവുകയാണ്. അലൂമിന പഴയ 5 വർഷം പ്രീ ഡിഗ്രി കാലത്തും ഡിഗ്രിക്കും പഠിച്ചതായതുകൊണ്ട് എന്നെയും ചിലരൊക്കെ ഇൻഫോം ചെയ്തു. അവിടെ വലിയ ഡിസംബർ 6-ാം തീയതി 7-ാം തീയതി വലിയ മീറ്റിംഗ് നടക്കുകയാണ്, താങ്കൾക്ക് പറ്റുവാണെങ്കിൽ വരണം. പത്തനാപുരംകാരനായ ബാലഗോപാൽ പുള്ളിയാണ് അതിൻ്റെ ചീഫ് ഗസ്റ്റ് എന്നൊക്കെ വെച്ച് പറയുന്നത് കേട്ടു. സോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു അമേരിക്കയിൽ വെച്ച് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം അതിനെ തുടർന്ന് അതിൻ്റെ താഴെ ഒത്തിരി കമൻസുകളൊക്കെ ഉണ്ട്. പല ആൾക്കാരും അവിടെ പഠിച്ച എൻ്റെ കൂടെ പഠിച്ചു, എന്നെ അറിയുന്നവരും ജൂനിയറായിട്ടുള്ള പല ആൾക്കാരും, പല എൻ്റെ കൂടെ പഠിച്ചവരും അറിയാവുന്നവരും ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇത് ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റത്തില്ല, അത് നീ പറഞ്ഞത് നന്നായി. അപ്പം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം ഒരു കാര്യം സറണ്ടർ ചെയ്ത് പറയാവുന്നൊരു കാര്യം, ഞാൻ പഠിക്കാൻ മണ്ടനായിരുന്നു, വെറും മണ്ടനായിരുന്നു. ഞാൻ ബിലോ ആവറേജ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ മണ്ടനാണെന്ന് സ്വയമേ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ഡിഗ്രി തോറ്റതാണ്, ഞാൻ നേരത്തെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഈ വജ്ര ജൂബിലി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ന്യൂയോർക്കിൽ നിന്ന് അവർ ഞാൻ പഠിച്ച കോളേജ് അത് മാടയാണോ കോടയാണെന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നു, സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, അവരെ അതാക്കിയത് ആ കോളേജാണ്, എന്തൊക്കെയോ പറയുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കാൻ വരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ജോലി രാജിവെച്ചിട്ടാണ് വരുന്നത്. കാരണം എന്നെ അമ്മ അതുകൊണ്ട് സെക്രട്ടറി രാജിവെപ്പിച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോയി ജോലി ചെയ്യുകയും കൂടെ പഠിക്കുകയും ചെയ്തോളാം. അപ്പം ഞാൻ ഒറ്റ മകനായതുകൊണ്ട് പെങ്ങളുണ്ട്, അത് നേരത്തെ കല്യാണം കഴിച്ചു പോയി. എന്നെ അവിടുന്ന് വിടാനും അമ്മയുടെ കൺട്രോളിൽ നിർത്താനും വേണ്ടി എന്നെ അവിടെ ഡിഗ്രിക്ക് ഫോഴ്സ്ഫുള്ളി കൊണ്ട് ചേർത്തു. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം എനിക്കവിടെ അഡ്മിഷൻ തരത്തില്ല. അന്ന് പ്രിൻസിപ്പലായിരുന്നു ഉമ്മനച്ചൻ പറഞ്ഞു, ഞാൻ ആൾ ശരിയല്ല, മാടയാണോ കോടയാണോ എന്നൊക്കെ പറഞ്ഞപ്പം അമ്മയുടെ ബന്ധുവാണ്, അന്ന് സിൻഡിക്കേറ്റ് മെമ്പറും അന്ന് മൗണ്ട് താബോർ ദേറ പത്തനാപുരത്തിൻ്റെ സെക്രട്ടറിയുമായിരുന്ന എബ്രഹാം അച്ഛൻ, കെ എബ്രഹാം പുള്ളി. അപ്പം അമ്മ പോയി കണ്ടു, സംസാരിച്ച ഉടൻ തന്നെ അച്ഛൻ വിളിച്ചിട്ട് ഉമ്മനച്ഛനെ വിളിച്ച് പറഞ്ഞു അവന് അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കവിടെ ആ കോളേജിൽ അഡ്മിഷൻ തരുന്നത് ഇപ്പോൾ സഭയുടെ മാനേജ്മെൻറ്റ് കോട്ടയിലാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, ഉമ്മനച്ഛൻ പറഞ്ഞു പൈസ തരണമെന്ന്. എബ്രാച്ചൻ പറഞ്ഞു പൈസയൊന്നും മേടിക്കണ്ട, അവനവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് സംഭവം. അങ്ങനെയാണ് ഞാൻ ആ കോളേജിൽ കയറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോൾ, എൻ്റെ അമ്മയ്ക്ക് അവിടെ സഹകരണ ബാങ്കിൽ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു പത്തനാപുരത്ത്. അപ്പോൾ ഈ താൽക്കാലിക ജോലി അവിടെ കിട്ടാനുണ്ടായ കാരണവും ഒക്കെ ഈ സഭയുമായിട്ടുള്ള ബന്ധമാണ്. അതായത് പത്തനാപുരം ദേറായിലും ഈ കോളേജിലും പഠിപ്പിച്ചിരുന്ന എബ്രഹാം അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ കള്ള പണത്തിൻ്റെ അക്കൗണ്ട് സഹകരണ ബാങ്കിൽ ഓഡിറ്റ് ചെയ്യത്തില്ല, ഇൻകം ടാക്സിൻ്റെ സംഭവമില്ല, ഇതെല്ലാം അമ്മയാണ് ഇത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിടികിട്ടിയില്ല എങ്ങനെയാണ് ജോലി കിട്ടിയത്. ഞാൻ സത്യമായിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ ഈ അച്ഛന്മാരൊക്കെ, ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇവർ മറ്റുള്ള അച്ഛന്മാരൊന്നും അറിയാതെ എന്നെ അവിടെ വെച്ച് കാണുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്ന് അവർ പാക്ക് ചെയ്തിട്ട് എന്നോട് പറയും, എന്നെ ഇരുത്തിയാണ് അവർ മുമ്പിൽ ഇരുന്ന് കൗണ്ട് ചെയ്യുന്നത്, ഈ പണമൊക്കെ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാൻ പറയും. പിടികിട്ടിയല്ലോ, ഒരു അൺഹോളി റിലേഷൻഷിപ്പ്. അപ്പം ഞാൻ എത്രമാത്രം ഇതൊക്കെ, ഞാനൊരു കൺവെൻഷണൽ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി എന്നാണ്, കാരണം എല്ലാം ഓർത്തഡോക്സും അച്ഛന്മാരും ബന്ധുക്കളും ഒക്കെ ഉള്ള സംഭവമാണ്. അപ്പം ഞാൻ ആ ചട്ടക്കൂട്ടിലാണ് വളർന്നുകൊണ്ടിരുന്നത്. അപ്പം അച്ഛന്മാരെ ദൈവമായിട്ട് കാണുക, പള്ളി വട്ടക്കാരൻ, ആ പുല്ല് ഈ പുല്ല്, ഈ രീതിയിലാണ് എൻ്റെ പോക്കെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ വന്ന സമയത്ത് ഈ എബ്രാച്ചനോട് പറഞ്ഞു, നീ ആ കോളേജൊക്കെ പോയിട്ട് അവിടുത്തെ എന്തൊക്കെ, നീ ഒരു ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ സെക്കൻഡറാബാദിൽ, അപ്പോൾ നീ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ടൊക്കെ തരണം എന്നൊക്കെ പുള്ളി എന്നോട് ലോഹ്യമായിട്ട് പറയും. പിന്നെ അവസാനം എന്നെ പുള്ളി തെറി വിളിച്ച്, ഞാനും പുള്ളിയെ തെറി വിളിച്ചു. എനിക്ക്
ലോകത്ത് ഒരാളോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെഹൽക്ക ഓപ്പറേഷന് ശേഷം ഈ ഈ പക കാണിക്കുക എന്ന് പറയുന്ന സംഭവം. അത് ഞാൻ ഈ ബന്ധുവായ എബ്രാച്ചനോടാണ് കാണിച്ചത്. കാരണം ഇയാൾ എന്നെ നശിച്ചു പോവും, മാടയാണ് കോടയാണ്, നീ ശരിയല്ല, ഐ എം റിഗ്രറ്റിംഗ് എന്ന് ഏതൊക്കെ എന്നെ വെച്ച് താങ്ങി. 2001 മാർച്ചിൽ, അത് ഏപ്രിലിൽ, ഈ തെഹൽക്ക ഓപ്പറേഷൻ ശേഷം ഞാൻ ഒരു നോൺ പേഴ്സണായി മാറി. എന്നിട്ട് വന്നിട്ട് ഞാൻ ഈ അച്ഛൻ്റെ മുമ്പിൽ കയറിയിരുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാണ് എന്നെപ്പറ്റി പറഞ്ഞേ? ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ ഈ കള്ള അക്കൗണ്ട് അന്നുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും. പിന്നെ അയാളുടെ കയ്യിലും കാലിലൊക്കെ കയറി പിടിച്ചത്. ഞാൻ പറയുന്നത് ഞാൻ വിരട്ടുമല്ലായിരുന്നു. കാരണം ഒരു ഈ ഇവരുടെയൊക്കെ കള്ളത്തരം അന്ന് ഇവർക്ക് വേണ്ടി, കാരണം അറിയാമല്ലോ സഭയുമായിട്ടൊക്കെ നിൽക്കുക, അതിൻ്റെ പേരിൽ ചെയ്ത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ കോളേജിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മാർത്തോമ ദിവന്യാസിയോസ് തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് ഈ 2-3 തീയതികൾ പത്തനാപുരം മൗണ്ട് ടാബോർ ഡയറയിൽ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. പറയാൻ പോകുന്ന ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനപ്പോൾ കോളേജ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ രാഷ്ട്രീയത്തിലൊന്നും പോകില്ല. അപ്പം പിന്നീട് ഞാൻ തീരുമാനിച്ചു എനിക്ക് കോളേജ് ഭയങ്കര ബോറിംഗ് ആയി. അതായത് ഞാൻ പോയി ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഞാൻ സെക്കൻഡറാബാദിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും ലോകത്തെ പറ്റിയൊക്കെ വായിക്കാനും പത്രങ്ങൾ വായിക്കാനും മാഗസിൻ വായിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജുകൾ, അവിടുത്തെ സ്റ്റുഡൻസ്, കാരണം ഫാദറിൻ്റെ കൂടെ ഞാൻ താമസിക്കുക, എനിക്ക് ജോലിയുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഈ നമ്മുടെ നാട്ടിൽ കാണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഫാർ ബിഹൈൻഡാണ്, വളരെ പുറകിലാണ്. ഞാനൊരു ദിവസം ഒരു സംഭവങ്ങളൊക്കെ തയ്യാറാക്കി എബ്രാച്ചനെ കാണാൻ പോയി. ഇതൊക്കെ ഇന്ന് എബ്രാച്ചൻ ജീവിച്ചിരിപ്പുണ്ട്, നിങ്ങൾ പോയി ചോദിച്ചോണം, കാരണം ഉമ്മനച്ചൻ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ അന്ന് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരുന്ന ജോബച്ചൻ അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം ഫിലക്സിനോസ് തിരുമേനിയായിട്ട് അസിസ്റ്റൻറ്റ് മെട്രോപൊളിറ്റിയായിട്ട് ഡൽഹി പോകുന്നത്. ഞാനുമായിട്ട് നല്ല സുഹൃത്തായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് ആ കോളേജിൽ പഠിച്ച സമയത്ത് ഹോസ്റ്റലിൽ താമസിച്ചു. അപ്പം അന്ന് എൻ്റെ വാർഡൻ ഈ പറയുന്ന ജോബച്ചനായിരുന്നു, ഈ ഫിലക്സിനോസ് തിരുമേനിയായിരുന്നു. ഞങ്ങളും അന്ന് ഭയങ്കര ലോഹ്യമാണ്. കാരണം പുള്ളി ഒത്തിരി ശരിക്കും പുള്ളി ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, പുള്ളി ശരിക്കും വായിക്കുന്നയാളായിരുന്നു. അപ്പം അവിടെ ഇത്ര വായിക്കാനൊക്കെ പുസ്തകം കൊണ്ടുപോയി ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിരുന്നു, ആ റൂമിൻ്റെ അടുത്ത് താഴെ പോയിരുന്നു, ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കും. പുള്ളി ഇങ്ങനെ അന്ന് പുള്ളിയുടെ TV ഉണ്ട്, TV ഒക്കെ കണ്ട് ഇംഗ്ലീഷ് ന്യൂസും ദൂരദർശൻ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. ഞാനവിടെ താഴെ ഇരുന്ന് ഇതെല്ലാം കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. ഒരു ബന്ധം ക്രിയേറ്റ്. ഈ ജോബച്ചൻ്റെ ഒക്കെ കള്ള അക്കൗണ്ടൊക്കെ ഹാൻഡിൽ ചെയ്തത് അമ്മയായിരുന്നു, പത്തനാപുരം സർവീസ് സഹകരണ ബാങ്കിൽ. ഇനിയും കിടക്കാം. ഇപ്പോഴത്തെ അലൂമിനക്കാരൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്, അവർക്ക് വലിയ സംഭവമെന്നാണ് പറയുന്നത്. ഈ കോളേജിൽ പഠിച്ചിട്ട് ഈ കോളേജിൽ പഠിക്കാൻ വരുന്ന ഭൂരിപക്ഷം കുട്ടികളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് ചുറ്റുപാടുമുള്ള നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ അവരുടെ അവസാനത്തെ ഒരു അഭയകേന്ദ്രമാണ് ഈ കോളേജിൽ വന്ന് അഡ്മിഷൻ. കാരണം പത്തനാപുരത്ത് നിന്ന് 7 കിലോമീറ്റർ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ കോളേജ്. അത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഏകദേശം 5-10 വർഷം ഈ കോളേജ് മാനേജ്മെൻറ്റ് അവിടെ പഠിക്കാൻ, അവിടെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഓരോ കുട്ടികളോടും കോളേജ് ബസ്സിൻ്റെ ഒരു ഫണ്ട് വാങ്ങി. അതായത് 10-12 ബസ് മേടിക്കാവുന്ന ഫണ്ടാണ് 5-6 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഇവർ വാങ്ങുന്നത്. എന്നിട്ട് ഒരു ബസ് മേടിച്ചു. പിടികിട്ടിയാൽ ഇവരെങ്ങനെയാണ് ഈ പൈസ മറിക്കുന്നത്, ഏത് രീതിയിൽ ഈ പൈസ വരുന്നത് മനസ്സിലായി. അപ്പോൾ ഒരു ബസ് മേടിച്ചു. അപ്പോൾ KSRTCയുടെ ഒരു കുട്ടികൾക്കുള്ള അവർ ഷെഡ്യൂൾ നടത്തും. അത് രാവിലെയും, കാരണം അന്ന് ഉച്ചവരെ ഷിഫ്റ്റ്, ഉച്ച കഴിഞ്ഞ് മറ്റൊരു ഷിഫ്റ്റ്. പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറിന് ആദ്യം ഫസ്റ്റ് ഷെഡ്യൂളും, ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് വരും സെക്കൻഡ്, പിന്നീട് അത് മാറിയത് ഒരേ സമയമാക്കി മാറ്റി. മനസ്സിലാക്കുക, അന്ന് ഏകദേശം 1500 മുതൽ 1700ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന കോളേജിൽ ഇന്ന് 250 കുട്ടികൾ പോലും ഇല്ല. അതാണ് ഇവർ പറയുന്നത് വജ്ര ജൂബിലി ആഘോഷം. ഞാനൊരു കാര്യം കൃത്യമായിട്ടങ്ങ് പറയാം, അടുത്ത 10 വർഷം കഴിയുമ്പോൾ 250 10 കുട്ടികൾ പോലും ആ കോളേജിൽ കാണത്തില്ല.
ഈ ബിൽഡിംഗ് മുഴുവനും ബംഗാളികൾക്ക് താമസിക്കാൻ വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇടിച്ചു പൊളിച്ച് കളയാൻ പറ്റത്തില്ല. അതേപോലെയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കി. ആ കോളേജിൻ്റെ കാര്യം മാത്രമല്ല, ക്രൈസ്തവ മാനേജ്മെൻറ്റ് കേരളത്തിലെ പല ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാനത് എഡ്യൂക്കേഷൻ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരുടെ സ്ഥിതി ഇത് തന്നെയാണ്. ഈ കെട്ടിടങ്ങൾ മുഴുവനും നിങ്ങൾ ബംഗാളികൾക്ക് വാടകയ്ക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇതിനകത്ത് ആളും പേരും ഒന്നും താമസിച്ചില്ലെങ്കിൽ അതിനകത്ത് പാമ്പും മറ്റുള്ള മൃഗങ്ങൾ കയറി താമസിക്കും. അപ്പം അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ആഘോഷിച്ച് അടുത്ത 10 വർഷം കഴിയുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ ആരും കാണത്തില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പം ഞാൻ ആ പഴയ പോയിന്റിലോട്ട് വരാം. പേപ്പറാച്ചിന് ഞാൻ പറഞ്ഞു വെച്ചു, ഈ നമ്മുടെ കോളേജിൻ്റെ നമ്മുടെ അധ്യാപകരുടെ ക്വാളിറ്റി വളരെ മോശം. കാരണം ഇവരെടുക്കുന്നത് മുഴുവനും മാനേജ്മെൻറ്റ് കോട്ടയിൽ പണം വാങ്ങിയിട്ടാണ് ഈ അധ്യാപകർ എടുക്കുന്നത്. ഈ വരുന്ന അധ്യാപകർ അധികവും ഈ ഇന്ത്യൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പേരും ഇവർക്ക് ഈ കുന്തം സബ്ജക്റ്റിനെ പറ്റി ഒരു കോപ്പും അറിയത്തില്ല. അതായത് മനസ്സിലാക്കുക, ഞാൻ എക്കണോമിക് ക്ലാസ്സിന് പഠിക്കാനിരുന്ന സമയത്ത് അവിടെ എക്കണോമിക്സ് പഠിപ്പിക്കാൻ വന്ന ലൂക്കോസ് പത്രോസ് അത് വലിയ ഫേമസ് ആണെന്നാണ് പറയുന്നത്. അയാൾ മൈക്രോ മാക്രോ എക്കണോമിക്സ് ഒക്കെ പറഞ്ഞ് ഏതാണ്ട് കുന്തം പറയാൻ തുടങ്ങിയപ്പം ഈ പുല്ലൊക്കെ ഞാൻ നേരത്തെ വായിച്ചതാ. ഞാൻ എന്തുവാണ് ഇയാൾ പറയുന്നത് കേൾക്കേണ്ടത്? എൻ്റെ നോളജ് മോശമായിട്ട് പോകും. സോ ദെൻ ഐ ഡിസൈഡഡ് ഞാൻ ഇനി ക്ലാസ്സിൽ പഠിക്കുന്നില്ല. പിന്നെ അവിടെ 1-2 നല്ല സുഹൃത്തുക്കൾ, അതായത് വിജുവും മഞ്ജുവാണ്, 1-2 പേരെ കിട്ടി. അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ആ 3 വർഷം അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഇടയ്ക്ക് വെച്ച് വിട്ടുപോകാൻ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരു പരിപാടിയില്ല. അതിൻ്റെ പേരിൽ അവിടെ KSU രാഷ്ട്രീയത്തിലുണ്ടായി. ഒരു കുട്ടികളായിരിക്കും ആക്ടിവിറ്റീസ് വേണ്ടായോ? അവിടെ നേരെ ചൊവ്വേ ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒരു മൈതാനമില്ല. അവിടെ ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ അവിടെ തറയെ വീണ് വെട്ടുകല്ല. അതുപോലും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു മാനേജ്മെൻറ്റ് അവിടുത്തെ പഠിച്ച പഴയ പറിയൻ സ്റ്റുഡൻസ് എല്ലാം കൂടെ ചേർന്ന് 70ാം വർഷം ആഘോഷിക്കുകയാണ്. എന്താണ് നിങ്ങളവിടെ പഠിച്ച സംഭവം? ആ കോളേജിൽ നിന്നും, അതായത് KSRTC ബസ്സിൽ അവിടെ വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും, അതായത് ആൺകുട്ടികളുടെ പരിപാടി. കാരണം ബസ് കിട്ടിയ ആ സമയത്തേ ഉള്ളൂ. ചില സമയത്ത് ഈ 2-3 സർവീസ് ഒരു സർവീസായിട്ടങ്ങ് പോകും. കാരണം ബസ്സില്ല. പിന്നെ പട്ടാഴി ഭാഗത്തുനിന്ന് വരണം, പിന്നെ അടൂർ ഭാഗത്തുനിന്ന് വരണം. ഇവരെല്ലാം വരണ്ടായോ? അവിടെ ആൺകുട്ടികൾ പഠിച്ചത് എങ്ങനെയാണ് പെൺകുട്ടികളെ ജാക്കി വെക്കാൻ പഠിപ്പിച്ചു ബസ്സിനകത്ത്. ഞാൻ സത്യമായത് പറയുന്നത്, ഇത് പഠിപ്പിച്ചതാണ് ആ കോളേജ് ആൺകുട്ടികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ പഠനം. അവിടെ പഠിച്ച് രക്ഷപ്പെട്ട ഒരാളെ പോലും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു അത്ര മിടുക്കനായിരിക്കും അവിടുന്ന് പോയി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച് അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പഠനം എന്ന് പറയുന്നത്. കാരണം അധ്യാപകന് ക്വാളിറ്റി ഇല്ല, എല്ലാം പണം കൊടുത്ത് കയറി വരുന്നത്. ഇവർ അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അവർ ഗ്രാമർ പഠിപ്പിക്കുന്ന മലയാളത്തിലാണ്, പോയംസ് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് പോയംസ് പഠിപ്പിക്കുന്ന മലയാളത്തിലാണ്. കാരണം അവനറിയത്തില്ലേ മൈരെന്തുവായി ലാംഗ്വേജ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് ഞാൻ പറയുമ്പോൾ ശോഭിച്ച് പറയുമല്ല. അവിടുത്തെ വലിയ ഫിസിക്സ് പ്രൊഫസർ എന്നും പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ക്ലാപ്പൊക്കെ ഒരു ജനറലായിട്ട് കാരണം കേരളത്തിൻ്റെ സിലബസ് തന്നെ ഡിഗ്രിയുടെ ആണെങ്കിൽ സിലബസ് എന്ന് പറയുമ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ, അപ്പം അവരുടെ ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ കേരളത്തിലെ സിലബസാണ് അവിടുത്തെ ഡിഗ്രി സിലബസ്. മനസ്സിലാക്കേണ്ട സംഭവമാണ്. കാരണം ഇതിനകത്തെല്ലാം രാഷ്ട്രീയം കയറി യൂണിവേഴ്സിറ്റികൾ കുളമാക്കി. അപ്പം അത്ര ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകരൊരു ഭാഗത്ത്, കഴിവുകെട്ട ക്രിസ്ത്യൻ ഓർത്തഡോക്സ് മാനേജ്മെൻറ്റ് മറ്റൊരു ഭാഗത്ത്, പെണ്ണുപിടിയന്മാരായ അച്ഛന്മാർ. എത്രയോ കേസുകൾ എനിക്കറിയാം. അവിടെ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന ഒരു ബാച്ച് എന്നും പറഞ്ഞ് ബാച്ച് ഉണ്ടാക്കും. ഹോസ്റ്റൽ സ്റ്റുഡൻസുമായിട്ടും കാണാൻ കൊള്ളാതെ സുന്ദരികളായ പെണ്ണുങ്ങളെയാണ് ആ ക്ലാസ്സിനകത്ത് കൊണ്ടിരുത്തുന്നത്. അന്ന് നമ്മുടെ പ്രിൻസിപ്പലായിരുന്നു ഉമ്മനച്ചൻ. ബാച്ചിൽ സുവോളജി ക്ലാസ് എടുക്കും മൈക്കൊക്കെ വെച്ച്. എന്നിട്ട് ഈ പെൺകുട്ടികളെല്ലാം അയാളുടെ ക്യാബിനിൽ കയറിയിട്ട്
അയാൾ അവിടെ കമ്പിയും പഞ്ചാര അടിക്കുമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അയാളുടെ പേരിൽ അവിടുത്തെ ഒരു അച്ചാമ്മ ടീച്ചർ, അവരുടെ റിട്ടയർ പ്രിൻസിപ്പലായി. ഉമ്മനച്ചൻ കുടിവെള്ള പദ്ധതി, ഒരു ഭൂലോക പെണ്ണുപിടി എൻ്റെ പേരിലേ. ആലോചിച്ച് നോക്കുക. ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. ഇയാൾക്ക് ഇവിടുന്ന് ഇത്രയും പൈസ കപടതയും കള്ളത്തരങ്ങളുമായിട്ട് മാത്രം പോയി. എന്നിട്ട് ആ കോളേജിൽ എല്ലാ ദിവസവും ഈ സ്റ്റുഡൻസ് തമ്മിൽ അടിയ KSUSFI, ABVP. അപ്പം ഞാൻ ഈ എബ്രാച്ചനോടും ഈ ഉമ്മനച്ചനോട് സജഷൻ കൊടുത്തു. നമ്മൾക്ക് ആ കോളേജിൽ എല്ലാ വർഷവും ഒരു 22 ഡിബേറ്റ് നടത്താം, ഒരു ഡിബേറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട്. കാരണം ഇതേപോലെ ആക്ടിവിറ്റീസ് ഉള്ള ഈ കോളേജിൽ ഇതേപോലെ ഡിബേറ്റ് കിടക്കുമ്പോൾ ഈ കുട്ടികൾ അതിൻ്റെ അകത്ത് എൻഗേജ്ഡ് ആകും. അപ്പോൾ അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ വരുന്ന കുട്ടികൾക്ക് പിള്ളേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതൊക്കെ ഞാൻ കൊടുത്ത പ്രപ്പോസലാണ്. മറ്റൊരു കാര്യം പറയട്ടെ, ആ കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നിടം വരെ പെൺകുട്ടികൾ പോകുന്ന ടോയ്ലറ്റിന് മേൽക്കൂരയില്ലായിരുന്നു. അറിയാം നിങ്ങൾക്ക്? ഡിഗ്രിക്കും പഠിക്കുന്ന പെൺകുട്ടികൾ പോകുന്ന ടോയ്ലറ്റിൻ്റെ കാര്യമാണ് ഞാനിത് പറയുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ആ ടോയ്ലറ്റ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പം ഞാൻ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് ഇതിനകത്തൊന്ന് കയറിപ്പോയി നോക്കി. നിങ്ങൾക്കറിയാം എന്ത് രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നത്? ഹൊറിബിൾ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സിമെന്റ് കട്ട വെച്ചാണ് പെൺകുട്ടികൾ ഇരുന്ന് മൂത്രമടിക്കുന്നത് ഈ റാസ്കൽസ് ഉണ്ടാക്കി വെച്ചത്. അവിടെ ഒരു ക്യാൻറ്റീൻ ഇല്ലായിരുന്നു, പ്രോപ്പറായിട്ടൊരു ക്യാൻറ്റീൻ ഇല്ലായിരുന്നു ആ കോളേജിൽ. ഇത്രയും പിള്ളേർക്ക് ആകെ കിട്ടുന്നൊരു എക്സർസൈസ്, അവിടെ ബസ് മുടങ്ങുമ്പോൾ ഇത്രയും ദൂരം നടന്നു പോവും, നടന്നു വരും. അതായത് പ്രേമത്തിന് പറ്റിയൊരു അന്തരീക്ഷം ആ കോളേജ്. കാരണം അവിടെയുള്ള അച്ഛന്മാർക്ക് ഒരു പെൺകുട്ടി ആൺകുട്ടി സംസാരിക്കുക അവർക്കും കഴപ്പെന്ന് പറഞ്ഞാൽ ഇവനൊന്നും നടക്കുന്നില്ല. അവിടുത്തെ അച്ഛന്മാർക്ക് എന്തൊക്കെയോ പ്രശ്നമാണ്. കാരണം ഞാനിത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈച്ച് ആൻഡ് എവരിത്തിങ് ഐ ഡു ഹാവ് സച്ച്. അപ്പം അന്ന് ഞാനിത് പറഞ്ഞ് നമുക്ക് ഇവിടെ ആ കോളേജിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. തിരുവല്ലയിൽ മാക്ഫാസ്റ്റ്, മറ്റേ എബ്രഹാം മുളമൂട്ടിൽ അച്ഛൻ എങ്ങനെയാണ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഏറ്റവും മനോഹരമായ പുതിയ കോഴ്സുകൾ കൊണ്ടുവന്ന് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത്. അയാളൊരു വിഷണറി, അയാൾ പുറത്ത് പഠിച്ച. പക്ഷേ ഈ കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫൗണ്ടർ എന്ന് പറയുന്നയാൾ മാർ ദിവന്യാസിയോസ് തിരുമേനി. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മരണം എൻ്റെ ജനനേകതൻ്റെ ഒരേ സമയത്തെങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നു. അതായത് 71 ആ സമയത്തെങ്ങാണ്ടാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്, മരിക്കുന്നത്. അദ്ദേഹം ഒരു ഡിവൈൻ പുരുഷനാണ്. അദ്ദേഹത്തെ പറ്റി മനോരമയുടെ പഴയ എഡിറ്റോറിയൽ ഒരു സീനിയർ സബ് എഡിറ്ററായിരുന്ന പോൾ മണൽ, കാരണം ഈ പള്ളിയുടെ ഇൻസ്റ്റിറ്റ്യൂഷന് താഴെ അദ്ദേഹം താമസിച്ചു. എൻ്റെ സുഹൃത്ത് ഇദ്ദേഹത്തെ പറ്റി പുസ്തകം എഴുതിയിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം. കാരണം ആരായിരുന്നു ആ മനുഷ്യൻ? അദ്ദേഹം സർവപ്പള്ളി രാധാകൃഷ്ണൻ്റെ കൂടെ വിദേശത്ത് പഠിച്ചിട്ട് സഫർ ചെയ്തുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ കള്ള അച്ഛന്മാരും പാതിരിമാരും ഇപ്പേരിക്കുന്നവരും ഇതിനെ മുടിച്ച് നാറാണക്കല്ലാക്കിയത്. ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സജഷൻ വേണം. അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങളൊരു 40% മാനേജ്മെൻറ്റ് ടീച്ചേഴ്സിനെ എടുത്തു, ബാക്കി 50% ഓപ്പൺ മെറിറ്റിൽ. അതിനകത്ത് സഭ പാടില്ല. നാട്ടിലുള്ളവർക്ക്, പത്തനാപുരം പ്രദേശത്തുള്ളവർക്ക് അവർക്ക് അവിടെ ജോലി കൊടുക്കണം. കാരണം അവർക്ക് ആ കുട്ടികളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. അതായത് നേറ്റിവിറ്റി കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകും. കാരണം ആ പ്രദേശത്തുകാരനാണ് അധ്യാപകൻ, ആ പ്രദേശത്തുകാരാണ് ആ കുട്ടികളുള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അവിടുന്ന് 10-70 കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നൊരു അധ്യാപകനേക്കാളും അതിൻ്റെ സറൗണ്ടിങ്ങിലും പത്തനാപുരം സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെ സഭ നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഓപ്പൺ മെറിറ്റിൽ എടുക്കുകയാണെങ്കിൽ കോളേജിൻ്റെ ഫാക്കൽറ്റി ശരിയാകും എന്നൊരു സജഷൻ ഞാൻ പറഞ്ഞു. അപ്പം അന്ന് ഉമ്മനച്ചനും ഈ എബ്രാച്ചനും കൂടെ ഞാൻ അതുവഴി പോയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയാം, ഞങ്ങൾക്ക് ഇവിടെ ആരും പഠിക്കാൻ വന്നാൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ലെന്ന്. ഇവിടെ അഡ്മിഷൻ വേണമെങ്കിൽ ഇവിടെ ഞങ്ങൾ പറയുന്ന കേട്ട് വേണം നിന്നോണം. ഇവിടെ വരാൻ ഇഷ്ടം പോലെ പിള്ളേരും അധ്യാപകരൊക്കെ തയ്യാറാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ആ കോളേജിൽ ഇനി 16 BA ട്രെയിനിങ് കോളേജിൽ കുട്ടികളൊന്നുമില്ല.
കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഇതൊന്നും പഠിച്ചിട്ടും കാര്യമൊന്നുമില്ലെന്ന്. അതാണ് ഞാൻ പറയുന്നത്, അൾട്ടിമേറ്റായിട്ട് പറയുന്ന കാര്യം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുമ്പം അതിനകത്ത് വിഷണറീസാണ് ആവശ്യം. വിഷൻ വേണം, അതൊരു മിഷനാക്കി മാറ്റണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയണം, അതിനെ ഏകദേശം 25, 30, 40 വർഷം മുന്നോട്ട് നോക്കി കാണണം. ഗ്ലോബലായിട്ടുള്ള ചേഞ്ചസ് മാറ്റണം, നേറ്റിവിറ്റി ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കണം. ഈ വിഷൻ വെച്ചിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള വണ്ടിയുടെ സൗകര്യം കൊടുക്കണം, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഈ സംഭവങ്ങളെല്ലാം കൊടുത്ത് ഫെസിലിറ്റേറ്റ് ചെയ്താൽ മാത്രം. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ജനറേഷനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ ബസ്സിൻ്റെ മുകളിൽ യാത്ര ചെയ്യുക, അതായത് പെണ്ണുങ്ങളുടെ ചന്തിയെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുക, അത് പഠിപ്പിക്കുക, ഇതുവേണ്ടിയല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികളെ എങ്ങനെ എൻഗേജ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം കേട്ടോ, കോളേജിൽ പോകുന്ന നേരത്തെ ഞാൻ അവിടെ ക്ലാസ്സിലൊന്നും കയറാറൊന്നുമില്ല. അപ്പുറത്ത് താഴെ ഒരു പട്ട ഈ ചാരായമുള്ള സമയമായിരുന്നു. അവിടെ ഈ സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. തൊട്ടപ്പുറത്ത് ഞാനും വിജയ് രാവിലെ പോയി അവിടെ 2 100 അടിച്ചിട്ട് ഒരു മുട്ടയൊക്കെ കഴിച്ചിട്ട് മുറുക്കാനൊക്കെ പുതുക്കി. കാരണം അവിടെ സംഭവമൊന്നുമില്ല. ബോധവും കഴിവും കേപ്പബിലിറ്റി ഇല്ലാത്ത അധ്യാപകർ, അതായത് വിഷൻ ഇല്ലാത്ത സ്റ്റുഡൻസ്. അവിടെ പോയ പ്രയോജനമുണ്ടായി. ഞാൻ തെങ്ങേ കയറാൻ പഠിച്ച് അവിടെ പോയിട്ട്, നിങ്ങൾ വിശ്വസിക്കുമോ, ഞാൻ തെങ്ങേ കയറാൻ പഠിച്ചത് ആ കോളേജിൽ പോയിട്ട്. അതുപോലെ കോളേജിൽ പോയിട്ട് ഞാൻ നല്ലപോലെ ചീട്ട് കളിക്കാറില്ലായി, കാരണം വേറെ ജോലിയൊന്നുമില്ലല്ലോ. ഇതൊക്കെയാണ് ആ കോളേജിൽ ഫെസിലിറ്റേറ്റ് ചെയ്തിരുന്നത്. അതായത് നല്ലപോലെ ഒരു പ്രേമം, ഒരു പെൺകുട്ടി, ഒരു ആൺകുട്ടി ഒരു പ്രേമലേഖനം പ്രോപ്പറായിട്ട് എഴുതാൻ പോലും ആ കോളേജിൽ പഠിപ്പിച്ചില്ല. കാരണം അത്രയേ ഉള്ളൂ അത്. ഇവരെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഇപ്പം ഡിസംബർ 7-ാം തീയതി വജ്ര ജൂബിലി ആഘോഷിക്കുന്നവർക്ക് എല്ലാ അഭിനന്ദനങ്ങൾ നേരുന്നു. കാരണം നീയൊക്കെ തന്നെ സ്വയമേ അല്ലെങ്കിൽ നീയൊക്കെ എന്ത് കുന്തമായി ആ കോളേജിൽ പഠിച്ചിട്ട്. ഞാൻ ഈ പറഞ്ഞ സാധനമല്ലേ അവിടെ പഠിച്ചത്. അതിനകത്ത് പ്രോപ്പറായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന എത്ര പേരുണ്ട്, എത്ര പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കുന്നുണ്ട്. സീറ്റ് ഞാൻ വെറുതെ പറയുന്നതല്ല, പ്രോപ്പർ പൊളിറ്റിക്സ് അറിയാവോ, എല്ലാം മാറ്റർ ചെയ്യും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബഡ്ഡിങ് ആണ്, അത് മോൾഡും ഷേപ്പും ചെയ്യുന്ന സാധനമാണ്. അതുപോലും ഇല്ലാത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ 70-75 ഒരു കാര്യം, അടുത്ത 5 വർഷം 10 വർഷം കഴിയുമ്പോൾ അവിടെ ബംഗാളികളെ കാണാം. ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ ആശംസ.